അഡീഷൻ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി? പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതായത് സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണോ ആ വേരിയബിൾസിനെല്ലാം നമ്മൾ എടുക്കും. നമ്മൾ എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിനെല്ലാം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അവിടെ വേരിയബിൾസിനെല്ലാം ഫിക്സഡ് വാല്യൂ കൊടുക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ അറേ പോലുള്ള ഓരോ തവണയും കൊടുക്കുമ്പോൾ സ്പേസ് മാറുന്ന, സൈസ് മാറി വരുന്ന വേരിയബിൾസിനെ നമ്മൾ വേരിയിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെട്രിക്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന CIJയും AIJയും BIJ എന്ന് പറയുന്ന മെട്രിക്സിന് ഓരോ തവണയും സൈസ് വേരി ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന്റെ സൈസ് നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് M × N എന്നാ പറയുക, M × N. അപ്പൊ CIJക്ക് MN, ഞാനിപ്പോ സ്പേസ് കോംപ്ലക്സിറ്റിയാ പറയുന്നത്, എത്ര സ്പേസ് ആണ് എടുക്കുന്നതെന്നാ പറയുന്നത്. അപ്പം M റോസും N കോളംസും ഉണ്ട്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ടേബിൾ പോലെ ഇരിക്കും. അപ്പൊ ടേബിളിന് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഉണ്ട്. അപ്പൊ എത്ര നമ്പർ ഓഫ് റോസ് എത്ര നമ്പർ ഓഫ് കോളംസും ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ 3 റോസും 4 കോളംസും ഉള്ള ഒരു 3x4 മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് 12 എലമെന്റ് വരെ സ്റ്റോർ ചെയ്യാം. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ ഈ 12 എലമെന്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഞാൻ റിസർവ് ചെയ്തിടണം. പക്ഷേ മെട്രിക്സിന്റെ സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഞാൻ ഒരു തവണ ചിലപ്പോൾ 3x4 മെട്രിക്സ് ആയിരിക്കും, അടുത്ത തവണ ഞാൻ റീഡ് ചെയ്യുന്ന ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെ അതിന്റെ സൈസ് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് എപ്പോഴും MN എന്നായിരിക്കും നമ്മൾ പറയുക. MN എന്ന് പറഞ്ഞാൽ M നമ്പർ ഓഫ് റോസും M നമ്പർ ഓഫ് റോസും N നമ്പർ ഓഫ് കോളംസും ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അതേപോലെ അപ്പൊ അങ്ങനെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3MN വന്നു ഇവിടെ. ഇനി ഈ 4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ ഷേപ്പ് സൈസ് മാറുന്നില്ല. ഫോർ എക്സാമ്പിൾ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നു, അതാണ് 1. J എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ 1 എന്ന് പറയുന്ന സ്പേസ് കൊടുക്കുന്നു. M എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നു. N എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നു. അങ്ങനെ 4 ഫിക്സഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ 4 ആണ് അവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എത്ര വാല്യൂസ് വന്നു? MN-ന്റെ 3 എണ്ണം, MN-ന്റെ 3 എണ്ണം 3MN വന്നു. അതായത് മെട്രിക്സ് A, മെട്രിക്സ് B, മെട്രിക്സ് C, അങ്ങനെ MN. പിന്നെ I സ്റ്റോർ ചെയ്യാൻ, J സ്റ്റോർ ചെയ്യാൻ, M സ്റ്റോർ ചെയ്യാൻ, N സ്റ്റോർ ചെയ്യാൻ, അങ്ങനെ 4 എണ്ണം. അപ്പൊ 3MN + 4 ആണ് നമ്മുടെ സൈസ്, സ്പേസ് കോംപ്ലക്സിറ്റി എടുക്കുന്ന സൈസ്. ഇനി ടൈം കോംപ്ലക്സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ നമ്മൾ ഇനി ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ലൈൻ എടുക്കുക. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫോർ ലൂപ്പാ. ഈ ഫോർ ലൂപ്പിന്റെ പ്രത്യേകത എന്താ? അത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 1 മുതൽ M വരെ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ അപ്പൊ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു സ്റ്റെപ്പ് ബാർ എക്സിക്യൂഷൻ എന്നാ കാണിച്ചിരിക്കുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിരിക്കുക. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ആദ്യത്തെ ലൈൻ 0 കൊടുത്തിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? അത് എക്സിക്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്, അത് നമ്മൾ എക്സിക്യൂഷനിൽ കൺസിഡർ ചെയ്യില്ല. പിന്നെ വരുന്നത് നമ്മുടെ ഫോർ ലൂപ്പ് ആണ്. അതൊരു 1 ടൈം എക്സിക്യൂട്ട് ചെയ്യും. 1 ടൈം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യും എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ജെ ലൂപ്പിലും അതുപോലെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് കൺസിഡർ ചെയ്യുന്നത് കാണിക്കാനാണ് അവിടെ 1 കൊടുത്തിരിക്കുന്നത്.
അത് കഴിഞ്ഞ് CIJ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ആ ലൈൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് അവിടുത്തെ 1 എന്ന് പറയുന്നത്. 1 ടൈം അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്കിപ്പം എന്തൊക്കെ വന്നു? ഫോർ ലൂപ്പിന്റെ 1, അതായത് ഐ ലൂപ്പിന്റെ 1, ജെ ലൂപ്പിന്റെ 1, ആ CIJ എന്ന് പറയുന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന 1. ഇനി രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഫ്രീക്വൻസി കൗണ്ട് ആണ്. സ്റ്റെപ്പ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റെപ്പ് ബാർ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റെപ്പ് ബാർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര സമയം, എത്ര പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യും എന്ന് കാണിക്കുന്നതാണ് ഫ്രീക്വൻസി കൗണ്ട്. എക്സിക്യൂഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1, എക്സിക്യൂഷനിൽ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ 0. അതാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിൽ പറയുന്നത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ 0 അപ്പോഴും 0 ആയിട്ട് തന്നെ കിടക്കും. ഫസ്റ്റ് ലൈനിന്റെ പേര്, നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ്, പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റ്, അതെല്ലാം 0യിൽ കിടക്കും. പക്ഷെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 5 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. 1 to 5 എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ 5 പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അവിടെ ഒരു M+1 ഉണ്ട്. എന്താണ് ആ M+1 കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാൻ 6 ഇത് കൗണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ 5 എത്തിയ ഉടനെ തന്നെ ശരിക്കും അത് നിൽക്കത്തില്ല. 5 എത്തി എന്ന് പറഞ്ഞ് നിൽക്കില്ല. പക്ഷെ നമ്മൾ ഐയുടെ വാല്യൂ ഒന്നും കൂടെ കൂട്ടും. കൂട്ടിയിട്ട് ഇത് 1 എന്ന് പറഞ്ഞ വാല്യൂ ആദ്യം വരുമ്പം 5 എന്ന് പറയുന്ന ആ വാല്യൂ ആയിട്ട് ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. അത് നോക്കുമ്പോൾ 1 5നെ കാട്ടിയും ചെറുതാണ്. ഇങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമ്മുടെ ഫോർ ലൂപ്പ് ഇങ്ങനെ കിടക്കുന്നത്, 4i is equal to 1 to 5. I is equal to 1 to 5. അപ്പൊ ഐയുടെ വാല്യൂ ആദ്യം ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 2i, അപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 3i, അപ്പൊ എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 4i, ഐയുടെ വാല്യൂ 4i, അപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 5i, അപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഓരോ തവണയും ഐയുടെ വാല്യൂ ഈ 5 എന്ന് പറയുന്ന നമ്പറുമായിട്ട് കമ്പാരിസൺ നടത്തുക. 1 ഈക്വൽ ടു 5 ആയോ എന്ന് നോക്കി, അല്ല. 2 ഈക്വൽ ടു 5 ആയോ എന്ന് നോക്കി, അല്ല. 3 ഈക്വൽ ടു 5 ആയോ എന്ന് നോക്കി, അല്ല. 4 ഈക്വൽ ടു 5 എന്നാക്കി, അല്ല. 5 ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കി, അല്ല. 1 ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കി, അല്ല. അല്ലേ? അപ്പൊ ഓരോ തവണയും നമ്മൾ 5ഉമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ, ഓരോ തവണയും അത് 5ഉമായിട്ട് കമ്പാരിസൺ നടത്തി. അപ്പൊ 5 തവണ ശരിക്കും എക്സിക്യൂട്ട് ചെയ്തു. ഇത് എപ്പോഴാണ് നിൽക്കുന്നത്? ഐയുടെ വാല്യൂ നമ്മൾ ശരിക്കും 6 ആക്കി നോക്കണം. ഐയുടെ വാല്യൂ 6 ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? 5 ഈക്വൽ ടു 5 ആണ് കേട്ടോ. 5 ഈക്വൽ ടു 5 എക്സിക്യൂട്ട് ചെയ്യൂ കേട്ടോ. എന്നുവെച്ചാ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണോ എന്നാട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5,
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ എല്ലാം അത് ട്രൂ ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ I6 എത്തിയപ്പോ ശരിക്കും ഈ കണ്ടീഷൻ ഒരു സാറ്റിസ്ഫൈ ചെയ്യാതായി. 1 5 കമ്പാരിസൺ നടത്തി, സ്മോളർ ആണ്. 2 5 കമ്പാരിസൺ നടത്തി, സ്മോളർ ആണ്. 3 5 കമ്പാരിസൺ നടത്തി, സ്മോളർ ആണ്. 4 5 കമ്പാരിസൺ നടത്തി, സ്മോളർ ആണ്. 5 5 കമ്പാരിസൺ നടത്തി, സ്മോളർ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. 6 5 കമ്പാരിസൺ നടത്തിയപ്പോൾ ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതായത് 5 ലെസറും അല്ല 5 ഈക്വലും അല്ല. അപ്പൊ എന്ത് പറ്റി? ലൂപ്പിനകത്ത് കയറില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആയി? 1 2 3 4 5 6 അങ്ങനെ 6 പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ആയി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോർ ലൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫോർ ലൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ m+1 എന്ന് പറയുന്നത്. അതായത് 1 to m ആണെങ്കിൽ അത് m+1 ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ ജെ ലൂപ്പ് ആണെങ്കിലോ 1 to n വരെ എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് അവിടുത്തെ n+1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ ഒരു m എക്സ്ട്രാ വന്നു. അതെന്താണ് ആ m എക്സ്ട്രാ വന്നതെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഈ ഫോർ ലൂപ്പ്, ഇനി ഇതാണ് ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞാൻ പറയുവാണ് k = 0 എന്ന് ഞാൻ കൊടുത്തു. k = 0 എന്ന് കൊടുത്തു. അപ്പൊ ഈ k = 0 എന്ന് പറയുന്ന വാല്യൂ ശരിക്കും പറഞ്ഞാൽ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? അതായത് ഇത് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഈ k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇത് 6 ടൈംസ് ആണെങ്കിൽ ഇത് ട്രൂ ആവുന്ന എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യമാണ് ഇത് ട്രൂ ആവുള്ളൂ. ഇത് ഈ 1 2 3 4 5 ഈ 5 പ്രാവശ്യമാണ് അത് ട്രൂ ആയിരിക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ഇതിനകത്ത് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 6 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും തിരക്കാണോ? വർത്താനം പറയാൻ പറ്റില്ല ആർക്കും? നിങ്ങൾ സംശയം ഉണ്ടോ അവിടെ? എന്റെ മറ്റേ പിള്ളേരൊക്കെ ഒന്ന് പറഞ്ഞു, ഈ അമലും സുജിനും മാത്രം തംസിട്ട് നിൽക്കുന്ന അല്ലാതെ ബാക്കി ആരെയും കേൾക്കുന്നില്ലല്ലോ. എല്ലാരും ജോലിയിലായതുകൊണ്ടാണോ? യൂസഫ് ഓക്കെ, മനസ്സിലായി. ഇല്യാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്റെ ഗേൾസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. സുമോദ് ഇട്ടിട്ടുണ്ട്, ഇന്ത്യാസ് ഇട്ടിട്ടുണ്ട്. ഗേൾസ് ഒക്കെ വേറെ ഏതോ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. സിനില, ഓക്കെ സിനില, അതുകൊണ്ട് മിസ്സിന് 3 തംസാ ഇട്ട് തന്നത്. ഗീതു, കീർത്തന, സൗമ്യ, വൈഷ്ണവി, ഓക്കെ. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് ഓക്കെ,
അപ്പൊ ഇനി അടുത്തെന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് എം പ്ലസ് വൺ എം വന്നു, എം പ്ലസ് വൺ വന്നു, ഇനി എം എൻ വന്നതും മനസ്സിലായി. ഇനി എങ്ങനെ എം എൻ എന്ന് പറഞ്ഞാൽ ഈ ജെ ലൂപ്പ് എൻ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അകത്തോട്ട് കയറുമ്പോൾ അത് എൻ ടൈംസ് ആയി. ഈ സി ഐ ജെ ഏത് ലൂപ്പിനകത്ത് കിടക്കുന്നത് കൊണ്ട് അത് എം ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് അത് എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞു വന്നത്. ഐ ലൂപ്പിനകത്ത് കിടക്കുന്നത് കൊണ്ട് അത് എം ടൈംസും ജെ ലൂപ്പിനകത്ത് കിടക്കുന്നതുകൊണ്ട് അത് എൻ ടൈംസും എക്സിക്യൂട്ട് ചെയ്യും. ഐ ലൂപ്പിനകത്ത് കിടക്കുന്നത് കൊണ്ട് ജെ എം ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഈ 4J എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതൊരു ലൂപ്പ് ആയതുകൊണ്ട് തന്നെ അത് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും, നേരത്തെ ഫോർ ലൂപ്പ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു, m ഇൻറ്റു n+1 എന്ന് വരും. അങ്ങനെയാണ് അത് m ഇൻറ്റു n+1 ആയത്. അങ്ങനെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് അത് മുഴുവൻ വരും. അത് ആഡ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ 2mn + 2m+1 എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി കൗണ്ട്. ഇനി ഒരു റിക്കേഴ്സീവ് സം അൽഗോരിതം ഇതേപോലെ കാണിച്ചേക്കുവാണ്. ഇവിടെ എന്നിന്റെ വാല്യൂ, അതായത് ഇത് റൺ ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും റിട്ടേൺ an പ്ലസ് ആർ സം an മൈനസ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് 3 1 ആണ് ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ വണ്ണിന്റെ അവിടെ Tn-1 എന്ന് പറയുന്ന ഒരു വാല്യൂവും കൂടി ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും വിളിക്കുന്നത് കൊണ്ടാണ്. അതൊരു റിക്കേഴ്സീവ് കോൾ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈ Tn-1 എന്നും പറഞ്ഞ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സ്മോൾ വൺ എന്താന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാനുള്ള, ഇത് ഈ റിക്കേഷനെ വിളിക്കാനുള്ള ഒരു ചെറിയ ജോലിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടിന്റെ വാല്യൂ ആണ് ആ 1 എന്ന് പറയുന്നത്. അതായത് ഈ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് 1 1 ഈ ഒരു 1 ഉണ്ട്. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. എൽസും കേളി ബ്രാക്കറ്റും പ്രോഗ്രാമിന്റെ പേരും കൺസിഡർ ചെയ്യില്ല. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി കൗണ്ട് ഇവിടെ 2 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു റിക്കേഴ്സീവ്, ഇവിടെ 2 റിട്ടേൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും n ഗ്രേറ്റർ ദാൻ 0യും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്ത് ഈ റിട്ടേൺ 0 വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ 2 1 1 അടുപ്പിച്ച് വന്നേക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്യില്ല. n ലെസ് ദാൻ 0 ആയിരിക്കുമ്പോൾ റിട്ടേൺ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം വർക്ക് ചെയ്യും. എൽസും വർക്ക് ചെയ്യില്ല, മറ്റേ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യത്തില്ല. n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെ, അതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, അപ്പൊ അവിടെ ഒരു ട്രൂ ഓർ ഫോൾസ് വരാലോ. ട്രൂ എന്നാലാണ് റിട്ടേൺ 0 വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് നോക്കുമ്പോൾ ഒരു 1, അത് ഫോൾസ് ആവുമ്പോഴത്തേക്കാണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. n-1 എന്ന് പറയുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ 2 1 മാത്രം വന്നേക്കുന്നത്. ഇനി ടോട്ടൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യുടെ ടോട്ടൽ ഫ്രീക്വൻസി കൗണ്ട് നേരത്തെ പോലെ തന്നെ 1 1 n ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 1 പ്ലസ് Tn-1 ആണ് കൺസിഡർ ചെയ്യുന്നത്. Tn-1 എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാനുള്ള സമയവും പ്ലസ് അതിനെ വീണ്ടും വിളിക്കാനുള്ള ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല. n മാറുന്ന അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ വാല്യൂ 1000 നമ്പറിന്റെ 100 ഫാക്ടോറിയൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ച് സമയം മതി 1 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഈ എന്നിന്റെ വാല്യൂ, ഏത് വാല്യൂ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻപുട്ട് സൈസ് മാറുന്ന അനുസരിച്ച് ഈ ഫ്രീക്വൻസി കൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇൻപുട്ട് വലിയ ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ടൈം കോംപ്ലക്സിറ്റി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, അതായത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ അത് 2ഉം ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 2 പ്ലസ് Tn-1 ആയിരിക്കും. ഓക്കെ, വിത്ത് സ്പേസ് കോംപ്ലക്സിറ്റി 3n+1 ആണ്. എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ എയും എന്നും ആണ്. അത് സ്റ്റോർ ചെയ്യാനുള്ള 1 വേരിയബിൾസ് ആണ്. ലോക്കൽ വേരിയബിൾസ് ഒന്നുമില്ല. റിട്ടേൺ അഡ്രസ്സിന് വേണ്ടി നമ്മളൊരു 1 കൊടുക്കുന്നു. പിന്നെ എത്ര
റിക്കേഴ്സീവ് കോൾ ഉണ്ട്, n റിക്കേഴ്സീവ് കോൾ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മളൊരു 1 കൂടെ ആഡ് ചെയ്യും. അങ്ങനെ 3n+1 ആണ് ഇവിടുത്തെ സ്പേസ് കോംപ്ലക്സിറ്റി. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. n < 1 ആകുമ്പോൾ 1 റിട്ടേൺ n, മറ്റേതാണെങ്കിൽ 1 0 1 + Tn-1. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. n < 1 ആയിരിക്കുമ്പോൾ ട്രൂവും അതർവൈസ്, അതായത് n > 1 ആയിരിക്കുമ്പോൾ അത് എന്തായിരിക്കും? 2 + Tn-1. 2 + Tn-1 ഇല്ല, 2 + Tn-1 എങ്ങനെയാ വന്നേന്ന് നോക്കാം. ഇല്ല, ഓക്കെ അല്ലേ? ഇനി നമ്മൾ അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. നമുക്ക് Tn = എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 + Tn-1 അല്ലേ? 2 + Tn-1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ ട്രൂ ആയിരിക്കും, 2 ആയിരിക്കും. ഇത് അതർവൈസ്. ഓക്കെ, ഓക്കെ. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, തെറ്റിപ്പോവും അല്ലെങ്കിൽ. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മുടെ T(n) എന്ന് പറയുന്നത് നമ്മൾ എടുത്തെഴുതുക. T(n) നമ്മൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുകയാണ്. ഇതൊരു റിക്കേർഷൻ അൽഗോരിതമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങനെ എഴുതണം. കോൺസ്റ്റന്റ് എപ്പോഴും ആദ്യം എഴുതണം, 2 + Tn-1. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം n എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? n-1നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ T(n) ആണ്. ഈ T(n)നെ നമ്മൾ നോക്കിയാൽ 2 + Tn-1, അതായത് Tn കണ്ടുപിടിക്കണമെങ്കിൽ n-1 അറിഞ്ഞിരിക്കണം. അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? n കണ്ടുപിടിക്കണമെങ്കിൽ n-1 നമ്മൾ അറിഞ്ഞിരിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ n-1 നമ്മൾ അറിഞ്ഞിരിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ n-1 അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യൂ? അപ്പം നമ്മൾ പറയും n-1നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ n = n-1 ഇട്ട് കൊടുക്കുക. n = n-1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എന്തായി മാറും? ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മൾ n-1 കണ്ടുപിടിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ T(n-1) = 2 + T
നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, നമ്മ ക്ലാസ്സിലാ, വീട്ടില് ക്ലാസ്സിലാ, ഫോൺ എടുക്കാൻ പറ്റില്ല. പോയാ ഒരു മിനിറ്റ് പിള്ളേരെ. ഓക്കെ, അപ്പൊ നമ്മളുണ്ടല്ലോ ഈ നമുക്ക് ഈ റിക്കേഴ്സീവ് ആയിട്ടുള്ള ഈ അൽഗോരിതം ഇക്വേഷൻ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതാണ് ഈ 2 + Tn-1 വരെ വന്നു. അപ്പൊ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് പോകത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ നമുക്ക് റിക്കേഴ്സീവ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2 + Tn-1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. 2 + Tn-1. അപ്പൊ അതിവിടെ നമ്മൾ എടുത്തെഴുതുക. 2 + Tn-1. 2 + Tn-1. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? n ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? n-1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. n-1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ n-1 നമ്മൾ കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ n-1 അറിഞ്ഞിരിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ n-1 അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n-ന്റെ വാല്യൂ n-1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ടി ഓഫ് എന്നിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടി ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായി മാറും? ടി ഓഫ് n-1 എന്ന് ആക്കി മാറ്റും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മൾ ഈ ലൈനിൽ ഇപ്പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്നിന് പകരം നമ്മളിവിടെ n-1 എന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ 2 ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി, പ്ലസ് ടി, ഈ എന്നിന് പകരം നമ്മൾ n-1 കൊടുത്തു. അതാണ് ഈ n-1. ഈ -1 നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ അതെന്തായി മാറി? 2 + Tn-2 എന്നായി. ആൻഡ് ഈ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ വരും? 2 + Tn-1ന് പകരം ഇത്രയും വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കണം. 2 + Tn-2. ഇങ്ങനെ കിട്ടി. 2 + Tn-2 എന്നായി. അപ്പൊ എന്തായി മാറി? നമ്മുടെ 2 + Tn-1 എന്ന് പറയുന്ന വാല്യൂ 2 + Tn-2 എന്നായി. അപ്പൊ വാല്യൂ കിട്ടിയോ? ഇല്ല. n ആരെ ഡിപ്പെൻഡ് ചെയ്യുവാണ്? n-2നെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഇനി n-2 കണ്ടുപിടിക്കണം. അപ്പൊ n കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി n-1 കിട്ടിയാലാണ് പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? n-ന്റെ വാല്യൂ n-1 എന്ന് എവിടെ ഇട്ട് കൊടുത്തു? നമ്മുടെ ശരിക്കും തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ടി ഓഫ് n എന്ന് പറയുന്ന ടി ഓഫ് n-1 ആയി മാറി. ഈ 2 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഈ എന്നിന് പകരം നമ്മൾ n-1 എന്ന് ഇട്ട് കൊടുത്തു. -1 ഇവിടെ -1 എന്ന് കൊടുത്തു. എന്നിട്ട് അപ്പൊ ഇതിനെ നമ്മൾ n-1 എന്ന് പറയുന്നതിന് n-2 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് Tn-1ന്റെ വാല്യൂ കിട്ടി. അതിനെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 + ഈ Tn-1ന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇത്രയും വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 + Tn-2 എന്നായി. ഇനി നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോഴും നമ്മുടെ സൊല്യൂഷൻ ആയില്ല. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? Tn-2 ആയി മാറി. അതായത് when n becomes n-2, n എന്തായി മാറി? n becomes n-2 ആയിട്ട് മാറി. which is equal to എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ n becomes n-2 ആയി. അപ്പൊ അത് എന്തായി മാറി? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2 + T n എന്തായി മാറി? n-2. ബാക്കി എന്താ ഉള്ളത് ഇവിടെ? -1. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം ഇതിനെ? 2 + Tn-3 ആയിട്ട് മാറി. അതായത് n-2 എന്ന് എഴുതിയാലും അത് അവസാനം എന്തിലേക്ക് മാറി? 2 +
n മൈനസ് 3 എന്നായി മാറി. അതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം നമുക്ക് Tn മൈനസ് 2 ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ n = n-2 എന്ന് പറയും, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് Tn മൈനസ് 2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പല പല സ്ഥലങ്ങളാണ്, എല്ലാം ഒരു സ്ഥലത്തല്ല. അപ്പം ഇതെന്തായി മാറി? നേരത്തെ കിടക്കുന്ന 2 പ്ലസ് 2 പ്ലസ് Tn മൈനസ് 2ന് വരെ എന്തായി? 2 പ്ലസ് Tn മൈനസ് 3 ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? എന്നിട്ട് നമുക്ക് സൊല്യൂഷൻ എത്തിയില്ല. n-3 ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Tn-3 എന്ന് ഇട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു എന്തായി മാറി? ഈ 2 അങ്ങനെ തന്നെ എഴുതി. 2 പ്ലസ് Tn-3, n എന്തായി മാറി? n-3 ആയി മാറി. പിന്നെ നമ്മൾ ഒരു -1 കൂടെ ഉണ്ട്, അത് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറി? ഈക്വൽ ടു 2 പ്ലസ് Tn-4 എന്നായി മാറി. അപ്പോൾ n-3 എന്തായി മാറി? 2 പ്ലസ് Tn-4 എന്നായി മാറി. 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് Tn-3 എന്തായി മാറി? 2 പ്ലസ് Tn-4 എന്നായി മാറി. ഓക്കെ, അപ്പൊ ഇനി ഈ n-4 എന്നുള്ളത് അടുത്തത് എന്തായി മാറും? 5 പ്രാവശ്യം 2 എഴുതണം. അല്ലേ? അടുത്ത എന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാമോ? അടുത്ത എന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാമോ? അടുത്ത എന്തായിരിക്കും? n-6 ആയിരിക്കും. 6 പ്രാവശ്യം 2. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമുക്ക് നിർത്തണമല്ലോ. അപ്പൊ നമ്മൾ പറയും ഒരു k ടൈംസ്, അതായത് ഇത് k ടൈംസ് റിപ്പീറ്റ് ചെയ്തു, 2k ടൈംസ് റിപ്പീറ്റ് ചെയ്ത് T2n-5 വരെ, 5ന് പകരം n-k ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് അവസാനിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ചെറുതാക്കി 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 കൊണ്ടുവന്ന് ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇത് എന്തായി മാറി? ഇത് 2k ടൈംസ് റിപ്പീറ്റ് ചെയ്തു. Tn-k ആവുമ്പോൾ നമ്മൾ പറയുന്ന ഈ വാല്യൂ എത്തി. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇത് എത്ര പ്രാവശ്യം ഇത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും. ഇതിന് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതാണ് ഈ 2. n< അല്ലെങ്കിൽ n1 ആകുമ്പോൾ എന്തായി മാറും? നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. പക്ഷെ എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് 1ലേക്ക് എത്തുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ പറയുന്ന ഒരു k ടൈംസ്, അതൊരു k ടൈംസ് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് എന്തിലേക്ക് എത്തിയത്? 1ലേക്ക് എത്തിയത്. അപ്പൊ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് kയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ പറയും ഈ n-k is equal to 1 എന്ന് പറയും. കാര്യം എന്താണെന്നറിയാമോ? ഈ വാല്യൂ ഇല്ലേ, അതായത് ഈ സംഭവം n< ഇതാണ് n-ന്റെ വാല്യൂ ചെറുതായി 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 ഇത് 1 ആകുന്നത് വരെ പോകുന്ന നമ്മൾ പറയുന്നത്. അതായത് ആ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ 1 ആകുന്നത് വരെ നമ്മൾ അതിനെ ചെറുതാക്കുന്ന പറയുന്നത്. അതാണ് n-k എന്ന് പറയുന്ന വാല്യൂവിന് നമ്മളപ്പം
1ലേക്ക് നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. അതിൻ്റെ അർത്ഥം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് n-1 ആകുന്നത് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ കെയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ എന്തായി മാറി? n-1 ആയി മാറി. അപ്പൊ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. 2 × n-1 2 × n-1 പ്ലസ് ഈ Tn-k എന്ന് പറയുന്ന വാല്യൂവിനെ ശരിക്കും നമുക്ക് എത്ര അതായത് ഇത് T(1) വരെ പോയി എന്നാലോ നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഈ T(1) എന്ന് പറയുന്ന വാല്യൂ, അതായത് n-k എന്ന് പറയുന്ന വാല്യൂ 1 ആകുന്നത് വരെ നമ്മൾ ഇതിനെ ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ആ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് 1 വരെ ഇതിനെ കൊണ്ടുപോയല്ലോ, അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ശരിക്കും ഈ 1 വരെ കൊണ്ടു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. അതിന്റെ അർത്ഥം T(1) എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഇതിന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യാനില്ല. 2n - 2 നമുക്കൊരു ഇക്വേഷൻ കിട്ടി, +2. അപ്പൊ എന്തായി മാറി? വിച്ച് ഈസ് ഈക്വൽ ടു 2n എന്ന് കിട്ടി. അപ്പൊ ഈ 2n കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 × n ഒക്കെ വരുന്നതുകൊണ്ട് ഈ 2ന് നമുക്ക് പ്രയോറിറ്റി ഇല്ല, നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതിന് വെറും n വരുമ്പോൾ നമുക്ക് അതിനെ ബിഗ് O ഓഫ് n എന്ന് പറഞ്ഞെഴുതാം. ദാറ്റ് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി. ശ്രീല മിസ് ജോയിൻ ചെയ്തോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ ബൈ ഐട്രേഷൻ മെത്തേഡ്. ഇങ്ങനെ ചെയ്ത് വേണം നിങ്ങൾ ഇതിനെ കണ്ടുപിടിക്കാൻ. ഐട്രേഷൻ മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. എന്തോ ലാസ്റ്റ് 1 അല്ലേ വരുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിന് മുമ്പുള്ള സ്റ്റെപ്പില് 1 അല്ലേ വരുന്നത്? ഇതാ ഇവിടെ അതല്ല, ഈ വാല്യൂ ഇല്ലേ, ഈ T(n-k) എന്ന് കൊടുത്തിരിക്കുന്നേ, ഈ T(n-k) എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ഈ T(n-k) എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ n-1 ഇല്ലേ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വാല്യൂ 1 ആവുന്ന പറയുന്നത്. അതായത് T(1) ആകുന്നത് വരെ ഇത് ചെറുതാകും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. 5, 4, 3, 2, 1. അപ്പൊ എത്ര വരെ ചെറുതാക്കും? 5 - 1, 4 - 1, 3 - 1, 2 - 1, 1 - 1. മനസ്സിലായോ? അതായത് ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വാല്യൂ 1 ആകുന്നത് വരെ ഞാൻ ചെറുതാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ n-k എന്ന് പറയുന്ന വാല്യൂ 1 ആകുന്നത്. ഇനി ഇത് ഈ 1 വരെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. 5 ഫാക്ടോറിയലിന്റെ ഒരു വാല്യൂ കിട്ടൂലേ, ഒരു 120 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടൂലേ. ആ 120യുടെ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്ന 2. അതായത് ആ 120 എന്ന് പറയുന്ന നമ്പർ ആണ് 2. 5 ഫാക്ടോറിയലിന്റെ നമ്പറിനെ നമ്മൾ ചെറുതാക്കി നമ്മൾ 1 വരെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് ഇതിന് മൊത്തത്തിൽ നമുക്കൊരു ആൻസർ കിട്ടണമല്ലോ. ആ ആൻസർ ആണ് 2. ആ 2നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അവസാനം n മാത്രമുള്ള ഒരു വാല്യൂ ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ബിഗ് O ഓഫ് n എന്ന് എഴുതുക. ഇത് നമുക്ക് നാളെ അടുത്ത പ്രോബ്ലം ചെയ്യാം. കാര്യം ഇത് സൊല്യൂഷൻ ബൈ ഇറ്ററേഷൻ മെത്തേഡ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് മാസ്റ്റേഴ്സ് തിയറം, പിന്നെ ഒരു AVL ട്രീയും കൂടെ കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരും. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 8 മണിയായി. മിസ് ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്യായിരിക്കും അല്ലേ? ഞാനൊന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ.